ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ ടോപ്പിക്ക്. അതിൻ്റെ അടിയിൽ കുറേ നല്ല കമൻറ്റ്സ് വന്നിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. എന്തിനാണ് ഈ ടോപ്പിക്ക് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഒരു കണ്ടിന്യൂറ്റി പോലെ വരുമല്ലോ. പരീക്ഷകൾ എങ്ങനെ പാസ്സാകാം ഇത് വെച്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 ടെക്നിക്സ് ഞാൻ പറയാം. എല്ലാവർക്കും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ അതനുസരിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഔട്ട് ആവുക കേട്ടോ. ഒന്ന് എൻ്റെ മകൾ തന്നെയാണ്. അവൾക്ക് ഒരു എക്സാം അവൾ പാസ്സായിട്ടുണ്ട് ഇങ്ങനെ ഈ ടെക്നിക്ക് ഞങ്ങൾ ഉപയോഗിച്ചിട്ട്. അതിൻ്റെ ഒരു ഒരു ഒരേ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള പ്രിൻസിപ്പിൾസ് ഇല്ലേ ലോ ഓഫ് അട്രാക്ഷനിലെ, അത് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് വേറെ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയ ആളുകളെ നിങ്ങൾ അനുമോദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ പരീക്ഷകൾ എഴുതി പാസ്സായി വരുന്നവരെ നിങ്ങൾ അനുമോദിച്ചിട്ടുണ്ടോ ചിന്തിക്കൂ. അത് നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കൊലീഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ ഏതെങ്കിലും ക്ലാസ്മേറ്റ് ആയിരിക്കാം. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ ക്ലാസ്മേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. അവരെ നിങ്ങൾ അനുമോദിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുക കേട്ടോ. അനുമോദിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അതുപോലെയുള്ള ആളുകളെ കാണുകയാണ്. എവിടെയെങ്കിലും LD ക്ലർക്ക് പരീക്ഷ പാസ്സായി ഇത് കിട്ടി അത് കിട്ടി എന്ന് അനുമോദിക്കുക. വെറുതെ അങ്ങോട്ട് അനുമോദിച്ചാൽ പോരാ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ അനുമോദിക്കണം. അവർക്ക് കിട്ടിയല്ലോ, അപ്പം യൂണിവേഴ്സിൽ ഉള്ളത് അവരെ തേടി വന്നു എന്നുണ്ടെങ്കിൽ അവരൊരു ബ്ലെസ്സഡ് സോളാണ് കേട്ടോ. അല്ലാതെ അവരോട് നമുക്കൊരു ചെറിയ തരമ്പ് പോലും കുശുമ്പ് തോന്നിയേക്കരുത്. മനുഷ്യനാണ്, തോന്നുകയാണെങ്കിൽ തന്നെ ക്യാൻസൽ ഇറ്റ്. അത് മനസ്സിൽ ഞാൻ അറിയാതെ എനിക്ക് മനുഷ്യസഹജമായിട്ടുള്ളൊരു കുശുമ്പ് തോന്നിയതാണ്. ഒന്ന് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മൈൻഡ്ഫുള്ളി ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്ന് വൈകുന്നേരം ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നാളെ പരീക്ഷ പാസ്സാകുന്നത് നടക്കില്ല. അത് നത്തിങ് ഒരു ഷോർട്ട് കട്ടില്ല കേട്ടോ. ഒന്നിനൊരു ഷോർട്ട് കട്ടില്ല. നിങ്ങൾ PSC ആണോ, ഏത് പരീക്ഷയാണോ, UPSC ആണോ, എന്തെങ്കിലും എൻട്രൻസ് ടെസ്റ്റുകൾ ഈ PhDയുടെയും ഒക്കെയാണോ, അതിന് നിങ്ങൾ തയ്യാറെടുക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ തയ്യാറെടുക്കും അല്ലേ. ഒരു 1-2 വർഷം, ഒന്നില്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ആകുമ്പോൾ തന്നെ. അങ്ങനെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഈ പരീക്ഷ പാസ്സാകണം എന്നുള്ളത് എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് കരുതി തന്നെയായിരിക്കണം നിങ്ങളുടെ മനസ്സ് പോകുന്നത്. അതൊന്ന്. അല്ലാതെ കുത്തിയിരുന്നിട്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് പാസ്സായവരെ എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കൺമുമ്പിൽ നടന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. യു ക്യാൻ മേക്ക് ദാറ്റ് മൈൻഡ് സെറ്റ്. അത് എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാവരുടെയും മനസ്സിലാണ് ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാകുന്നതും എങ്ങനെയാണ് ആ ഐഡിയ ശരിക്കും രൂപാന്തരം പ്രാപിക്കുന്നതെന്നും. ഫസ്റ്റ് എക്സാമ്പിളാണ് ഫ്ലൈറ്റ്സ്, പ്ലെയിൻ. അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? റൈറ്റ് ബ്രദേഴ്സിൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളിലൂടെയും പറക്കുന്ന കാര്യങ്ങളിലൂടെയും അല്ലേ അത് വന്നിട്ടുണ്ടാവുക. അതേപോലെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലോ. അതൊരു ലോ തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ്. മെറ്റാഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഒക്കെ പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം തന്നെയാണ് ഇത് കേട്ടോ. അത് നമ്മൾ പറയുന്ന ഈ ഊർജ്ജ സ്രോതസ്സുകൾ എന്നൊക്കെ പറയുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം. ചുറ്റിനും നമുക്ക് ഒരു ശക്തി ഉണ്ടാകും. ആ ശക്തി എപ്പം നോക്കിയാലും ആ ദേവി എന്നാണ് ഞങ്ങളൊക്കെ പറയുക. മേ ബി ഒരു ശക്തി എന്നോ മറ്റുള്ള റിലീജിയനിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ പറയാം. തഥാസ്തു എന്ന് പറയുന്നൊരു സ്പിരിറ്റ്, ഒരു ദേവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ നമുക്ക് ചുറ്റിനും നമ്മളുടെ വാക്കുകൾ, നമ്മളെ തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വീഴുന്ന വാക്കുകൾ നമുക്ക് ഫലിക്കുന്നു അല്ലേ. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾ ഇരുന്ന് കുറച്ച് നേരം ചിന്തിച്ച് നോക്ക്. ഞാൻ കഴിഞ്ഞ വർഷം ഈ 2024 തന്നെ കേട്ടോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഈ ഒരു വർഷത്തിൽ ഞാൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്തായിരുന്നിരിക്കണം എൻ്റെ മനസ്സിൽ എന്നൊന്ന് പുറകോട്ട് പോയി ചിന്തിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇല്ലേ. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ പാസ്സാവണമെങ്കിൽ ഈ ഒരു മനസ്സിൻ്റെ നിലയിലേക്ക് വരുത്തണം. അതിന് ഫസ്റ്റ് മനസ്സ് ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതായത് നിങ്ങളെ വേറൊന്നും ബാധിക്കില്ല, ഇതാണ് നിങ്ങളുടെ ഗോള് എന്ന് പറഞ്ഞാൽ ആ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അതിന് യാതൊരു 1% പോലും നിങ്ങളതിന് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഗോളിലേക്ക് എങ്ങനെ ചേച്ചി മനസ്സ് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ, യു ഹാവ് ടു പ്രാക്ടീസ് മെഡിറ്റേഷൻ. പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ്
കുറച്ച് നേരമെങ്കിലും മനോവ്യാപാരങ്ങളിൽ നിന്നും മാറി നമ്മുടെ ഗോൾ സെറ്റിംഗ് പ്രോസസ്സിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മറ്റുള്ള ചിന്തകൾ വരില്ലേ എന്ന് ചോദിച്ചാൽ വരും. അതെങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളിവിടെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരീക്ഷ, നിങ്ങളുടെ എക്സാം, അതിന് നല്ലപോലെ എഴുതാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ എഴുതുന്നത് പറ്റുന്നതല്ല, നിങ്ങൾ എഴുതുന്നത്, നിങ്ങൾ പഠിക്കുന്നത്, അതിനു മുമ്പേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ പഠിച്ചതെല്ലാം ഓർമ്മയിൽ വരുന്നത്, ഇതൊക്കെയായിരിക്കണം നിങ്ങളുടെ ചിന്ത. സദാസമയം അതായിരിക്കണം. ദാറ്റ് ഈസ് ദ ഫോർമോസ്റ്റ് ടിപ്പ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് കേട്ടോ, പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട്. രണ്ടാമതൊരു ടെക്നിക്ക് പറയാവേ. അതും ഇതുപോലെ തന്നെ BK സിസ്റ്റേഴ്സില്ലേ, ബ്രഹ്മകുമാരി സിസ്റ്റേഴ്സിൻ്റെ ഏതോ ഒരു സിസ്റ്ററാണ്, ഷീബ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് കേട്ടോ, BK ഷീബ. നിങ്ങൾ അടിച്ചു നോക്കിക്കോളൂ. അവരും നല്ല നല്ല മോട്ടിവേഷൻ കാര്യങ്ങൾ രാവിലെ പറയും, ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ. അതിലൊക്കെ പോയി ഒന്ന് നോക്കിക്കോളൂ. അതിനകത്ത് ആ സിസ്റ്റർ പല ടെക്നിക്സും പറയുന്നുണ്ട്. ഞാനും ഇവർ പറയുന്നത് കൂടാതെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്കാണേ, അതിൽ പല ടെക്നിക്സ് ഉണ്ട്. ഞാൻ ഒരുപാട് ടെക്നിക്സ് ഒന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ എം ഇംപ്രസ്ഡ് വിത്ത് വൺ ടെക്നിക് വിച്ച് I wanted you to go back. I want you to go back and see, but I wanted my daughter to do this and she did it. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾ ചെയ്തിട്ട് അവൾക്ക് കിട്ടിയ ഒരു എൻട്രൻസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അതിലൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ പേപ്പർ ഉണ്ടാവുമല്ലോ, ആ പേപ്പർ എടുക്കുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇപ്പോൾ GK ആണെങ്കിൽ LD ക്ലർക്കിൻ്റെ പാറ്റേൺ എന്താണെന്ന് എനിക്കറിയില്ല. അതിൽ ആ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അതനുസരിച്ചായിരിക്കുമല്ലോ ഇപ്പോൾ കോച്ചിങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ക്ലാസ്സസും ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, ഈ ബാങ്ക് ടെസ്റ്റിനും ഇതിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരീക്ഷയുടെ, കഴിഞ്ഞ പരീക്ഷയുടെ തൊട്ട് മുമ്പിലുള്ള പരീക്ഷയുടെ എടുത്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന പോലെയുള്ള ആ ഒരു ഇങ്ങനെ വട്ടത്തിൽ വരയ്ക്കുമല്ലോ, എന്താണത്, എനിക്ക് ചില സമയത്ത് പേരും കിട്ടില്ല, പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യത്തില്ലേ, ആ ഷീറ്റ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്ന് വെക്കുക. പുറത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ നിന്ന് 2-3 കൊണ്ടുവന്ന് വെച്ചിരിക്കുക കയ്യിൽ. അതിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ആൻസർ പേപ്പറും റെഡിയാക്കി വെച്ച് അടുത്ത ദിവസം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു എക്സാം ഹാളിൽ ചെന്നിരിക്കുന്നത്, അതേ മനസ്ഥിതിയോട് നിങ്ങൾ അവിടെ ചെന്നിരുന്ന് ഈ പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഒരാഴ്ച മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങൾ കാണാതെ പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അല്ല, ആൻസേഴ്സ് കറക്റ്റ് 100 ആ 100 ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. അറിയാമല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൻസർ തവി പിടിക്കാനാണോ പാട്? അതൊക്കെ പഠിച്ച് ഈ ഞാൻ പറഞ്ഞ ടെക്നിക്കിൽ അടുത്ത ദിവസം ഒരു വാട്ടർ ബോട്ടിൽ, ഒരു എന്താ പറയണേ, ഈ പറഞ്ഞ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുമല്ലോ കോൾ ലെറ്റർ, അഡ്മിഷൻ ലെറ്റർ ഇല്ലേ, കോൾ ലെറ്റർ, അത്, ഹോൾ ടിക്കറ്റ്, അത് എല്ലാം ഒരെണ്ണം പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ പുതിയതിൻ്റെ ഇപ്പോൾ പരീക്ഷയുടെ ഇത് വന്നിട്ടാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് ഇനിയും നല്ലതായിരിക്കും. ഇപ്പോൾ അടുത്ത മാസം പരീക്ഷയാണെങ്കിൽ 2 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് കേട്ടോ. 2 ആഴ്ച മുമ്പ് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് ആ ഹോൾ ടിക്കറ്റുമായിട്ട് പോവുക. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾ തരുന്നു, അതായിട്ടൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. പക്ഷെ നിങ്ങൾ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ വാതിലൊക്കെ അടിച്ചിട്ടുന്ന് ആരും വരരുത് കേട്ടോ. ആ എത്ര മണിക്കൂറായിരിക്കും ആ പരീക്ഷ? രാവിലെ 2 മണിക്കൂറാണെന്ന് തോന്നുന്നില്ല. ആ 2 മണിക്കൂർ നിങ്ങൾ ഇരുന്നിട്ട് ചെയ്യുന്നതായിട്ട് ഫുൾ ഇരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ആൻസേഴ്സ് അറിയായിരിക്കും, പക്ഷേ ആ ആൻസർ കറക്റ്റായിരിക്കണം. ആ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു മാത്സ് ആണെങ്കിൽ ആ മാത്സ് കറക്റ്റായിട്ട് വരാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യും സൈഡിൽ, അതെല്ലാം ചെയ്യണം. ആ 2 മണിക്കൂർ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ആൻസേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ആൻസർ വരുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ, അല്ലേ? ട്രൈ ദിസ് ആൻഡ് സീ. ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, 100-ൽ 100 കറക്റ്റാണ്. നിങ്ങളത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി, ഇതെല്ലാം എൻ്റെ കറക്റ്റാന്ന് പറഞ്ഞ് ഇങ്ങനെ ടിക്ക് ഇടുക. 100-ൽ 100 സൈഡിൽ എഴുതി വെക്കുക. യു വെയിറ്റ് ആൻഡ് സീ, ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സക്സസ് റേറ്റ്. നോക്കിക്കോ, this is going to be success and it will add to the success rate of PSC exams എന്നാണ് അന്ന് ആ ടീച്ചർ സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ അത് എനിക്കും കൂടെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരിമാർക്കും അവരുടെ മക്കൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്ര സന്തോഷമായിരിക്കും എനിക്ക്. നിങ്ങൾ കുറേ കാലങ്ങൾ കഴിഞ്ഞ് പരീക്ഷ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ പാസ്സായിട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്ന് പറയണം, ഇതേ വീഡിയോയുടെ അടിയിൽ ചേച്ചി ഈ മെത്തേഡ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു എന്ന്. നിങ്ങൾ BK ഷീബ സിസ്റ്ററിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ നിങ്ങൾ പോയി നോക്കിക്കൊള്ളൂ കേട്ടോ. ഞാനിത് കേട്ടിട്ട് പറയുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നവർ അതിനകത്ത്, അതും മലയാളമല്ലേ സിസ്റ്റർ പറയുന്നത്, രാവിലെ 5 മണിക്കാണെന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്യും ദിവസവും. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ എനിക്കും ഈ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുമ്പോൾ ഞാനും കയറിയിരുന്ന് കാണും. അപ്പം നിങ്ങളിപ്പോൾ എൻ്റെ ടോപ്പിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടുമല്ലോ വാട്ട് ഈസ് ദിസ് എന്ന്. ആദ്യം നമ്മുടെ മനസ്സിനെ ഒരുക്കുക, അത് കഴിഞ്ഞ് അപ്പം നമ്മുടെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു എന്തിനാ ഈ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ്. ദിസ് ഈസ് വാട്ട് ഇസ് ലോ ഓഫ് അട്രാക്ഷൻ. കാരണം നമ്മളുടെ ആ എന്താ പറയുക, ആ ശക്തി ഉണ്ടല്ലോ ഇവിടെയുള്ള കുണ്ടലിനി നെർവ്സ്, അതിനെ ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് സാധിക്കുന്നു എൻ്റെ മനസ്സിൽ, അല്ലേ? ആലോചിച്ച് നോക്കൂ, മനസ്സെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. മനസ്സ് സുഖമല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ തോന്നൂല, അല്ലേ? സോ ഇന്നത്തേക്ക് ഇത് മതി. ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പാസ്സാകുന്നവരും ജയിക്കുന്നവരും ഇൻ്റർവ്യൂവിന് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി പഠിച്ചിട്ട് പോകണം കേട്ടോ. കാരണം ടെസ്റ്റ് മാത്രം പാസ്സാവാനുള്ളവർക്ക് ഇത് ഈ ടെക്നിക്കാണ്. ഇൻ്റർവ്യൂവിന് നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കില്ലേ, ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, അതാണ് വേണ്ടത്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് വെക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം, അതൊക്കെ തന്നെ. പക്ഷെ പരീക്ഷയ്ക്ക് ഈ ടെക്നിക്ക് നല്ലതാണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന് റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലതും നന്മകളും മാത്രം വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇതുപോലെ സക്സസ് സ്റ്റോറീസ് പറയാനുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി, യൂണിവേഴ്സിന് നന്ദി. കാരണം എനിക്ക് കൂടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു.